പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേച്ചിയാണ് എവറസ്റ്റ് വരെ പോയി. എന്താ അതിനുള്ള കാരണമൊക്കെ എന്താ? എങ്ങനെ തോന്നി എവറസ്റ്റ് വരെ പോകാനായിട്ട്? ഒരാഗ്രഹത്തിന്റെ പുറത്ത് പോയതാ. ആഗ്രഹം കുഞ്ഞുനാളിലെ നമ്മൾ കുഞ്ഞുനാളിൽ തൊട്ട് കേൾക്കുന്നതാണല്ലോ, നമ്മൾ പഠിക്കുന്നതാണല്ലോ എവറസ്റ്റ് ഏറ്റവും വലിയ കൊടുമുടിയാണ്. അപ്പം അന്നേരം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം ഇങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത്, കാണണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അന്നേരം നമുക്ക് അതിനുള്ള സാഹചര്യം ഇല്ലല്ലോ. പിന്നീടാണല്ലോ ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരെ ട്രാവൽ വ്ളോഗ്സ് നമ്മൾ അറിയുന്നത്, ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരെ കുറിച്ച് അറിയുന്നതും പിന്നെ പഠിക്കുന്നതും എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുമെന്നൊക്കെ അറിയുന്നതൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും പോയേ പറ്റുമെന്നൊരാഗ്രഹം. എവറസ്റ്റ് നേരിട്ട് കാണണമെന്ന് ഭയങ്കര വലിയൊരാഗ്രഹം, കുഞ്ഞിലേ തുടങ്ങിയ ആഗ്രഹമാണ് അത്. അന്നേരം നമ്മളത് അവിടെ മാറ്റി വെച്ചല്ലോ. പിന്നെ സാഹചര്യം ഒത്ത് വന്നപ്പോഴാണല്ലോ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് എന്തായാലും ഒരു കോളേജ് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ 20-22 വയസ്സിലൊക്കെ പോകാനുള്ള... എൻ്റെ പൊന്നെ, അന്നേരം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അന്ന് വൺ വേർഡ് ആൻസറാണ്, ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടി എവറസ്റ്റ് കഴിഞ്ഞ് സ്റ്റോപ്പ് എന്നുള്ളതൊന്നും അറിയുന്നില്ലല്ലോ ഇതിനെ പറ്റിയിട്ട്. പഠിക്കാൻ മാത്രം നമുക്കൊന്നും ഒരൊറ്റ ഉത്തരം ഒരു ആൻസർ അത്രയും നമ്മൾ പഠിക്കുന്നില്ല പണ്ട് അല്ലെ കുഞ്ഞുനാളിൽ. പിന്നെ ഈ യൂട്യൂബ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായി നമ്മൾ പഠിക്കുന്നത് അറിയുന്നത്. അങ്ങനെയാണ്. ഇതിപ്പം ഈ ആഗ്രഹം സ്വന്തമായിട്ട് തന്നെയാണോ സാധിച്ചത്? സ്വന്തമായിട്ട് സാധിച്ചത്. എൻ്റെ മക്കൾ എന്നെ സപ്പോർട്ടാണ്, എന്നാലും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തു. എന്നാലും അത്യാവശ്യം എവറസ്റ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു ചിലവ് യാത്രയ്ക്കായാലും എല്ലാത്തിനും വേണ്ടി വരും. അപ്പോൾ എത്രത്തോളം രൂപ ചിലവായിട്ടുണ്ട് ഈ കാര്യത്തിന്? അതായത് ശരിക്കും 1 ലക്ഷം വേണ്ടി വരുമല്ലോ. പക്ഷെ ഞാൻ തിരിച്ച് ഹെലികോപ്റ്ററിൽ വന്നതുകൊണ്ടാണ് എനിക്ക് 1.25 ലക്ഷത്തോളം 80,000 ഹെലികോപ്റ്ററിന് വേണ്ടി വന്നിട്ടുണ്ട്. 80,000 അതിലധികം വേണ്ടി വരുമായിരുന്നു ഷെയർ കിട്ടിയില്ലെങ്കിൽ. $17,000 ആദ്യം പറഞ്ഞത് എന്നോട്. അപ്പം ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ എത്തുന്നതിന് ഒരു 2 മിനിറ്റ് മുന്നെയാണ് വന്നിട്ട് അപ്പുറത്തെ ഹോട്ടലിലത്തെ ചങ്ങായി വന്നിട്ട് പറയുന്നത്, നിങ്ങൾക്ക് ഹെലികോപ്റ്റർ ഷെയർ ചെയ്യുന്നതിന് വല്ല വിരോധമുണ്ടോ? എൻ്റെ പൊന്നെ, ഒരു വിരോധവും ഇല്ല, സന്തോഷം. അപ്പൊ ഹെലികോപ്റ്റർ ഒരു ആഗ്രഹമായിരുന്നു അതിൽ കയറണമെന്ന്. ഇവിടുന്ന് പോകുമ്പോഴേ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് ഹെലികോപ്റ്റർ കയറുന്ന വലിയ ആഗ്രഹമുണ്ട്. പിന്നെ എൻ്റെ ബോഡി അത്ര മീൻസ് നമ്മൾ കയറിയത് മൊത്തം ഇറങ്ങണമല്ലോ. അപ്പോൾ വല്ല വീക്ക്നെസ് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെലികോപ്റ്ററിൽ വരുമല്ലോ. അല്ലാണ്ടായാലും എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു അന്നേരം പോകുമ്പോഴേ. അപ്പോൾ ഞാൻ അഥവാ ഒരു മണി ഞാനിപ്പോൾ കൊണ്ടുപോയത് 70,000 രൂപയായിരുന്നു. പിന്നെ മറ്റുള്ളത് നേരത്തെ ചെയ്തല്ലോ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതും ഹോട്ടൽ ബുക്കിംഗ് നേരത്തെ നടത്തിയതാണ്. അപ്പം ഇവിടുന്ന് പോകുമ്പോൾ എൻ്റെ അടുത്ത് കയ്യിൽ 70,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നു. അത് ഞാനൊരു വള വെച്ചിട്ടാണ് ബാങ്കിൽ വെച്ചിട്ടാണ് പോയത്. പിന്നെ എൻ്റെ ഒരു മാലയാണ്. അതേ മക്കളുടെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും പണത്തിന് അത്യാവശ്യം വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് പണം അയച്ചു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ 1.25 ലക്ഷം കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ടാണ് ശരിക്കും പോയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കുറച്ച് എൻ്റെ സമ്പാദ്യം ഞാൻ പണിയെടുത്ത് കിട്ടുന്നത് കുറച്ച് സൂക്ഷിച്ച് വെച്ചത് അതും. ചേച്ചി എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അതിൽ നിന്ന് എത്രത്തോളം വരുമാനം കിട്ടുന്നുണ്ട്? ഞാൻ ഒരു 40 വർഷമായിട്ട് ഞാൻ ടൈലറാണ്, തയ്യൽക്കാരിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആദ്യമൊക്കെ നല്ല വരുമാനമായിരുന്നു. അങ്ങനെ നമ്മൾ മക്കളൊക്കെ പഠിപ്പിച്ചതല്ലേ, വീടുണ്ടാക്കിയതും ഒക്കെ അങ്ങനെ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ടായിരുന്നു. പിന്നെ ഇപ്പം തയ്യൽ കുറേ കുറവാണല്ലോ. അത് കാരണം പിന്നെ എനക്കും അത്ര പണ്ടൊക്കെ ഞാൻ എന്താ പറയുക ഉറക്കൊഴിഞ്ഞൊക്കെ അത്രയും റിസ്ക് എടുത്ത് പണിയെടുക്കുമായിരുന്നു. ഇപ്പം പിന്നെ അതിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അത്രേ പണിയേ ഉള്ളൂ. എന്നാലും ജീവിച്ചു പോകാനുള്ള പണിയുണ്ട്. അപ്പോൾ കിട്ടുന്ന വരുമാനം തയ്യൽ ചെയ്തിട്ട് എത്ര നാളും ഉണ്ടായി പൈസ ഇങ്ങനെ കൂട്ടി വെച്ചത്? അത് ഒരു വർഷം എടുത്തിട്ടുണ്ടോ. ഒന്നിനും ചിലവാക്കാതെ ഇങ്ങനെ ഇതിനു വേണ്ടി മാറ്റി വെച്ചു? അങ്ങനെയല്ല, ചിലവ് കഴിച്ചിട്ട് നമ്മളിപ്പം ഒരു 500 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 100 രൂപ അങ്ങോട്ട് മാറ്റി വെക്കും. അങ്ങനെ വെച്ച് പിന്നെ അത് പെട്ടെന്നൊരാവശ്യം വന്നാൽ 100 രൂപ എടുക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്നതിൽ നിന്ന് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചതാണ്. അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് ഇത്രയും ദൂരമൊക്കെ പോകണമെന്ന് മക്കളോട് പറഞ്ഞപ്പോൾ മക്കൾ എന്താ പറയുക? ഭയങ്കര സപ്പോർട്ടാണ്. അമ്മ പോയിട്ട് വാ, ധൈര്യമായിട്ട് പോയിക്കോ പറഞ്ഞു. 2 ആൺമക്കൾ എന്നല്ലേ പറഞ്ഞു. അപ്പൊ അതിൽ ഒരാൾ പോലും പറഞ്ഞില്ല അമ്മയ്ക്ക് പ്രായമായില്ല, അത്ര ദൂരം എങ്ങനെ ഒറ്റയ്ക്ക് പോകില്ലേ, അങ്ങനത്തെ സേഫ് ആയിരിക്കോ എന്നൊക്കെ? അവർക്കറിയാം അമ്മ പോയാൽ തിരിച്ചു വരും. അത്ര ബോൾഡ് ആയിട്ടുള്ള ആളാണ്. നമുക്കറിയാം, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഈ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ? ബന്ധുക്കളടുത്ത് ഞാൻ പോകുന്നതിന് 2 ആഴ്ച മുന്നേക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞു, വാസന്തി നീ ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത്
2 ആഴ്ച കൊണ്ട് വിചാരിക്കുന്നതല്ലല്ലോ. ഞാനിത് 1 വർഷം ആയിട്ട് മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്നതും പിന്നെ അതിന് വേണ്ടിയിട്ട് 6 മാസത്തോളം ഞാൻ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നതും ഒക്കെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമൊന്നുമില്ല. ഞാൻ എന്തായാലും പോയിരിക്കും. പിന്നെ ആരെന്ത് പറഞ്ഞാലും ഞാൻ പോകും. അതാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വയസ്സായില്ലേ വീട്ടിൽ ഇരിക്കാനുള്ള പ്രായത്തിൽ നിങ്ങൾക്ക് പ്രാന്താണോ? അല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് കാര്യം വയസ്സാം കാലത്ത് ഇവർക്ക് വീട്ടിൽ ഇരുന്നൂടെ? ഇല്ല, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പറയായിരുന്നു, ഇത്രയും റിസ്ക് എടുത്തിട്ട് പോകണോ? ആഗ്രഹങ്ങളൊക്കെ നല്ലത് തന്നെയാണ്. എന്നാലും ഇത്രയും ഈ തണുപ്പത്ത് ഇങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ ചോദിച്ചവരുണ്ട്. എങ്ങനെയുണ്ട് അത് ശരിക്കും പോയൊരു എക്സ്പീരിയൻസ്? പിന്നെ സൂപ്പർ എക്സ്പീരിയൻസാണ്. അത് വേറെ തന്നെ ഒരു വൈബ്. നമ്മളിപ്പോൾ ഒരു ഫോറിൻ രാജ്യത്ത് പോകുന്ന പോലെയല്ല, അത് വേറെ തന്നെ ഒരു വൈബാണ്. അവിടെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വ്യത്യസ്തമായ അനുഭവമാണ് അവിടെ. കാരണം അവിടുത്തെ ആൾക്കാർ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ട് അവിടെ ജീവിക്കുന്നതെന്ന് നമുക്ക് പോയി മനസ്സിലാക്കിയാൽ കണ്ടാലേ അറിയാൻ പറ്റില്ല. കാരണം ഈ തണുപ്പത്ത്, ഈ കൊടും തണുപ്പ് ശാരിക്ക് അത്രയും അത് മീൻസ് അത് അവരുടെ നേറ്റീവ് പ്ലേസ് ആണെങ്കിലും കൂടി എന്നാലും അവർ ഇത്രയും തണുപ്പത്തോടെ ജീവിക്കുന്നില്ലേ. അതൊരു സംഭവമാണ്. ഇനി ഒരവസരം കൂടി കിട്ടി അങ്ങോട്ടേക്ക് തിരിച്ച് പോകുമോ? അവസരം കിട്ടിയാൽ പോകുമെന്ന് ചോദിച്ചാൽ പോകൂലെന്നായിരിക്കും. അതെന്തുകൊണ്ടാ? അത്രയും റിസ്ക്കാണ്. അത്രയും റിസ്ക്കാണ്. അപ്പം അത്രയും റിസ്ക്കാണെന്ന് അറിഞ്ഞിട്ട് അതെന്തുകൊണ്ട് അത്ര ഏറ്റെടുത്തേ? കാണണമെന്ന് വിചാരിച്ചിട്ട്. കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം പോയതാണ്. അപ്പം എത്ര ദിവസത്തെ ട്രിപ്പായിരുന്നു? എപ്പോഴാണ് പോയത്? എപ്പോഴാണ് തിരിച്ചു വന്നേ? ഇവിടുന്ന് പോയത് ഫെബ്രുവരി 9-ാം തീയതി, ഇവിടെ തിരിച്ചെത്തിയത് മാർച്ച് 2-ാം തീയതി. അത്ര ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നല്ലേ? 1 മാസം അവിടെ എങ്ങനെ സർവൈവ് ചെയ്തേ? പക്ഷെ 1 മാസം അവിടെ 1 മാസം അവിടെ വേണ്ടി വന്നില്ല. മൊത്തം ട്രിപ്പാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഇവിടുന്ന് ഞാൻ 9-ാം തീയതി പോയി 10-11 മൈസൂർ എൻ്റെ മക്കളെടുത്ത് താമസിച്ചു. പിന്നെ 11-ാം തീയതി വൈകുന്നേരമാണ് ബാംഗ്ലൂരേക്ക് പോകുന്നത്. അവിടെ നിന്നാണ് കാഠ്മണ്ഡുവിലേക്ക് പോകുന്നത്. പിന്നെ 12-ാം തീയതി അവിടുന്ന് സാധനങ്ങളൊക്കെ റെൻ്റ് എടുത്തു. പിന്നെ 13-ാം തീയതിയാണ് തിരിച്ച്, അതായത് ലുക്ലയിലേക്ക് വരണം. അപ്പോൾ കാഠ്മണ്ഡുവിലേക്ക് ത്രിഭുവന എയർപോർട്ടിലേക്ക് വന്നു ലുക്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അറിയുന്നത് ലുക്ലയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസലാണെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒരു 10 മണിവരെയൊക്കെ അവിടെ നിന്നു. മീൻസ് അവർ കുറച്ച് വെയിറ്റ് ചെയ്ത് അവിടെ വെതർ ശരിയാണെങ്കിൽ പോവും, നല്ലതാണെങ്കിൽ പോവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. 10 മണിയായപ്പം അവർ അവിടെ എഴുതി വെച്ചു ക്യാൻസലാണ്, പോവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ കൂടെ തന്നെ മീൻസ് അത് എന്നെ പോലെ തന്നെ ലുക്ലയിലേക്ക് പോകുന്ന ജർമ്മൻ കപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഫ്ലൈറ്റിൽ തന്നെ പോകണം നിർബന്ധമുണ്ടോ അതോ നമ്മുടെ കൂടെ സെല്ലേരി വഴി കാറിൽ വരുന്നോന്ന് ചോദിച്ചു. അപ്പം ഞാനാണെങ്കിൽ അത് വീടിന് ആഗ്രഹിച്ചതായിരുന്നു. സെല്ലേരി വഴി എനിക്ക് തിരിച്ച് വരുമ്പോൾ അങ്ങ് വരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.